Hello, welcome back to my channel, guys. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് പോകല്ല. അപ്പം ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ ഇന്നലെ ഞാൻ ഷോപ്പിങ്ങിന് പോകാമായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ അത് അവിടെ വെച്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പം എടുക്കുവാണെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടേ, അത് കാരണം ഞാനത് ബ്രേക്ക് ചെയ്തു. ദെൻ എന്താ എനിക്ക് കിട്ടാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ക്രിബായിട്ട് ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിലുള്ള ഐറ്റംസ് എല്ലാം ഓൾറെഡി അതിൽ കാണും. പക്ഷേ ഞാൻ പോയ ഷോപ്പിൽ അതൊന്നും എനിക്ക് കിട്ടിയില്ല, ഉദ്ദേശിച്ച സംഭവമൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ക്രിബ് ചെയ്യാം എളുപ്പത്തിൽ. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ക്രിബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടൊരു ക്രിബാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് എങ്ങനെയാവുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, സത്യമായിട്ട് ഒരു ഐഡിയ ഇല്ല. ചെയ്യണമെന്നുള്ളൊരു അതിയായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. ലാസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ അത് ഏത് രൂപത്തിലിരിക്കുമെന്ന് അറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ. അപ്പം ക്രിസ്മസ് വരാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നെപ്പോലെ ഒന്നും അറിഞ്ഞുകൂടാതെ, അതായത് ക്രിബ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ ഞാൻ മേടിച്ച സംഭവങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പുല്ല്. ഇതിപ്പോൾ റോഡിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ നിന്ന് അടുത്താണ് മേടിച്ചത്. പിന്നെ അടുത്തതായിട്ട് വാങ്ങിച്ചത് ക്രിബിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവങ്ങൾ, അതായത് ഈശോ, മാതാവ്, ജോസഫ്, പിന്നെ അവർക്ക് ചുറ്റുമുള്ള ആളുകൾ, ആടുകൾ, പിന്നെ ഒട്ടകം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ബോർഡാണ്. അപ്പോൾ ഇത് ഇവിടെ വീട്ടിൽ യൂസ് ചെയ്ത് ബാക്കിൽ കളഞ്ഞിട്ടിരുന്ന ഒരു സംഭവമാണ്. നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ളതാണ് വേണ്ടത്. പിന്നെ ഇതേപോലെയുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഓൾഡ് ആയത് കാരണം അവിടെയൊക്കെ കീറിയിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഒട്ടിച്ച് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നീറ്റാക്കി വയ്ക്കാം. ഓൾറെഡി ഇങ്ങനത്തെ ഉള്ള ഒരു ബേസ് ബോർഡ് നീറ്റായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഉള്ളിലൊക്കെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇളകി വരാതിരിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് പേച്ച് വർക്ക് ചെയ്യാം. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു പേപ്പർ കവറില്ലേ, അത് നമുക്ക് ക്രിബിൻ്റെ മേൽക്കൂര പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഞാൻ ആദ്യം ഗം വെച്ച് ഒട്ടിക്കാൻ നോക്കി, പക്ഷേ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ അഗൈൻ ഇതേപോലെ ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് പുൽക്കൂടിൻ്റെ ബേസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മേൽക്കൂര കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഗ്ലൂ വെച്ച് ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആ കറക്റ്റ് ഷേപ്പിൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യം ഒരു സ്റ്റൂളാണ്. ഞാൻ എടുത്തിരിക്കുന്ന ക്രിബിൻ്റെ ഏകദേശം അളവിലുള്ള ഒരു സ്റ്റൂളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും ഒരു മെറ്റീരിയലോ എന്തെങ്കിലും സംഭവം ഇതേപോലെ ഒരു ഹൈറ്റിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു ബ്ലാക്ക് കളർ ഷോൾ യൂസ് ചെയ്താണ് ഇത് മൊത്തം കവർ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ക്രിബ് അതിൻ്റെ മേലിൽ വെക്കാം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പുല്ല് ആ ക്രിബിൻ്റെ അളവിനായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്ത് നമുക്കത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് മേൽക്കൂരയാണ് ഞാൻ ചെയ്യുന്നത് സ്റ്റാർട്ടിങ്. അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബോഡിയും അതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഇനി അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പേച്ച് വർക്കൊക്കെ ചെയ്ത സംഭവം അത് കാണാൻ കുറച്ച് ഒരു മാതിരിയായിട്ടുണ്ട്. അപ്പം അത് കാരണം അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് ഞാനത് ഫെവിക്കോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ എക്സ്ട്രാ ഇരിക്കുന്ന കുറച്ച് പുല്ലില്ലേ, അതെല്ലാം നമുക്ക് ക്രിബിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിൽ ഗ്ലൂ ഒന്നും വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, വെറുതെ അങ്ങനെ എടുത്ത് ഇട്ടാൽ മതി. അതും കൂടെ കഴിഞ്ഞാൽ ഈ ക്രിബ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കത് സ്റ്റൂളിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഷോൾ വെച്ച് കവർ ചെയ്തിരിക്കുന്ന പോർഷൻ കൂടി നമുക്ക് പുല്ല് വെച്ച് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. എന്നാലേ കംപ്ലീറ്റ് ആ പുൽക്കൂടിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. മറ്റത് താഴെ നമ്മൾ എന്തോ വെച്ച് സെപ്പറേറ്റ് ചെയ്തതുപോലത്തെ ഒരു ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാം. ഞാൻ ആദ്യം ഫസ്റ്റ് പുല്ലിങ്ങനെ വെച്ച് കൊടുത്തായിരുന്നു, പക്ഷെ അത് കറക്റ്റായിട്ട് ഇരിക്കാത്തത് കാരണം ഞാനൊരു നൂല് വെച്ച് അതിനൊന്ന് റൗണ്ടായിട്ട് കെട്ടി, എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ടാണ് ഓരോ പുല്ലും ഇറക്കി കംപ്ലീറ്റ് ചെയ്തത്. ഇനി എന്താ ഫൈനലി ഇവിടെ എല്ലാം അലങ്കോലമായി കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതാണ് അല്ല റെയിനെ വെച്ചിട്ട് ഇത് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. ഫൈനലി നമ്മുടെ ക്രിബ് തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉള്ളിൽ കർത്താവിനെയും മാതാവിനെയും ജോസഫും അങ്ങനെയുള്ള കൂടെയുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാം. Turn the lights off.